കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുകയാ? ഇന്ന് ആർക്കൊക്കെയാ കഥ കേൾക്കേണ്ടത്? നമുക്ക് ഒരു പൂച്ചക്കുട്ടിയുടെയും ഒരു കാക്കയുടെയും കഥ കേട്ടാലോ? എന്താ പൂച്ച? ക്യാറ്റ്. പൂച്ചക്കുട്ടിയോ? കിറ്റൻ. എന്താ കാക്ക? ക്രോ. അപ്പോൾ കഥയിലേക്ക് പോകാം. ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായി ഒരു പൂച്ചക്കുട്ടിയും അവളുടെ അമ്മയും അവളുടെ അനിയത്തിയും താമസിച്ചിരുന്നു. ആ മരത്തിൻ്റെ തന്നെ മുകളിലെ കൊമ്പിലായി ഒരു കാക്ക അവളുടെ കൂടുകൂട്ടി അവിടെ താമസിച്ചിരുന്നു. അയൽക്കാരായ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും അവർ പരസ്പരം ചെയ്യുകയും പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചും പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂച്ച തൻ്റെ മക്കൾക്കുള്ള തീറ്റ തേടി പുറത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കാക്കയെ കണ്ടപ്പോൾ അവളോട് പറയുകയും ചെയ്തു, അതെ, മക്കൾ തനിയാണ് വീട്ടിൽ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന്. അതിലെ മൂത്ത പൂച്ചക്കുട്ടി എന്ത് ചെയ്തെന്നോ, പന്ത് കളിച്ച് 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 വീടിന് പുറത്തേക്ക് പോയി. അവൾ ആ പന്ത് ഉരുട്ടി ഉരുട്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആ വീടിൻ്റെ വാതിൽ അടഞ്ഞുപോയി. അത് പൂട്ടുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ വാതിൽ തുറക്കാൻ സാധിച്ചില്ല. കുറേ പ്രാവശ്യം അവൾ ശ്രമിച്ചു. അങ്ങനെ ആ പൂച്ചക്കുട്ടി അവിടെ ഇരുന്ന് കരച്ചിലായി. കാരണം എന്താണെന്നോ, അവളുടെ കുഞ്ഞ് അനുജത്തിയെ അമ്മ ആ പൂച്ചക്കുട്ടിയെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. കുഞ്ഞനുജത്തി അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവൾ എഴുന്നേറ്റാൽ വല്ലാതെ പേടിക്കും, വിശന്ന് കരയുകയും ചെയ്യും. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് വല്ലാതെ വിഷമിച്ചിരുന്നു. ആ സമയത്താണ് നമ്മുടെ കാക്ക തീറ്റ തേടലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയത്. അവിടെ വന്നപ്പോഴാണ് പൂച്ചക്കുട്ടി വല്ലാതിരുന്ന് കരയുന്നു. കാക്ക വേഗം അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ കരയുന്നത്? എന്തു പറ്റി? എന്താണെങ്കിലും ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. പൂച്ചക്കുട്ടി പറഞ്ഞു, ഞാനേ കളിച്ച് കളിച്ച് പുറത്തേക്ക് പോയപ്പോൾ അറിയാതെ ആ വാതിൽ അടഞ്ഞുപോയി. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കുഞ്ഞുവാവ അതിനുള്ളിൽ കിടന്നുറങ്ങുകയാണ്. അമ്മ വരുമ്പോൾ എന്നെ വഴക്ക് പറയും. കൂടാതെയോ അവൾ അതിനുള്ളിൽ കിടന്ന് എഴുന്നേറ്റാൽ വല്ലാതെ പേടിക്കും. കാക്ക പറഞ്ഞു, കരയണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ഈ കുഞ്ഞു കാര്യത്തിനാണോ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ച് കാക്ക പൂച്ചയുടെ വീടിന് ചുറ്റും നടന്ന് അവിടെ ആ വീടിൻ്റെ ജനലിൻ്റെ സൈഡിലൂടെ തൻ്റെ കൊക്കുകൾ ഉപയോഗിച്ച് കൊത്തി കൊത്തി അത് തുറന്നു കൊടുത്തു. എന്നിട്ട് മുന്നിലേക്ക് വന്ന് പൂച്ചക്കുട്ടിയോട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, നിന്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തിൻ്റെ ജനൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. നീ ധൈര്യമായി അതുവഴി അകത്തേക്ക് കയറി നിന്റെ കുഞ്ഞനുജത്തിയുടെ അടുത്തേക്ക് ചെന്നോളൂ. എന്നിട്ട് ഉള്ളിൽ നിന്ന് അടഞ്ഞുപോയ വാതിൽ തുറന്നു നോക്കൂ എന്ന് പറഞ്ഞു. പൂച്ചക്കുട്ടി അതുപോലെ ചെയ്യുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ തീറ്റ തേടി തിരിച്ചു വന്നു. അപ്പോഴാണ് പൂച്ചക്കുട്ടി എന്തു പറഞ്ഞു, ഇങ്ങനെ പറ്റിയെന്നും തങ്ങളെ കാക്ക സഹായിച്ചു എന്നും പറഞ്ഞത്. പൂച്ചയമ്മ വേഗം തന്നെ കാക്കയെ വിളിച്ചു. എന്നിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു. അപ്പോൾ കാക്ക പറഞ്ഞു, സുഹൃത്തെ, നന്ദിയൊന്നും വേണ്ട. ഞാൻ എൻ്റെ മക്കളെ ഇവിടെയാക്കി പോകുമ്പോൾ എന്നും അവർക്ക് കാവലായിട്ടുള്ളത് നിങ്ങളാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും സന്തോഷത്തോടെയും മുന്നോട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പൂച്ചമ്മയും പൂച്ചക്കുട്ടിയും അവളുടെ കുഞ്ഞനുജത്തിയും കാക്കയും കാക്കയുടെ കുഞ്ഞുങ്ങളുമൊക്കെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? നമ്മളെപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. അവരെ കാണാനുള്ള ഭംഗിയോ അവരുടെ നിറമോ ഒന്നുമല്ല പ്രാധാന്യം. പിന്നെയോ നല്ല സ്വഭാവവും നമ്മളോട് സ്നേഹവും, നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മളെ അവർ ഉറപ്പായും സഹായിക്കും എന്നൊരുറപ്പും വേണം. അങ്ങനെ നല്ല സ്വഭാവമുള്ള നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുമല്ലോ. ഈ കുഞ്ഞു കഥ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.